വഖഫ് ബോർഡ് ചെയർമാൻ ശ്രീ കെ എസ് ഹംസ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ എസ് ഹംസ, ഇപ്പോൾ ഈ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ നിലവിൽ വഖഫാണെന്ന് കണ്ടെത്തിയ എല്ലാ ഭൂമികളും ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മുനമ്പത്തെ 404 ഏക്കറും ഉൾപ്പെടുന്നു. അങ്ങനെയാണോ? ശ്രീ ഹംസ, ഈ കാര്യത്തിൽ അനിതര സാധാരണയായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ഊതിപ്പെരിപ്പിക്കുന്ന പോലത്തെ സംഗതിയുമില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രി കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാതെയാണ് ഇത്ര വൈകാരികമായിട്ടൊക്കെ ഇതിനെ മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ വിശേഷിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ഈ 2019 തന്നെ വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണത്. ആ വഖഫ് ചെയ്ത പ്രോപ്പർട്ടീസ് മുഴുവനും ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമായിരുന്നു. നോ രജിസ്ട്രേഷൻ അറ്റ് ഓൾ, ഓൺലി അപ്ലോഡിംഗ് ദ ഫയൽ, അല്ലെങ്കിൽ ഫയലിംഗ് എന്ന് പറയാം. ഉമീദ് പോർട്ടൽ ഫയൽ ചെയ്യണമായിരുന്നു. ഈ പണി കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. അതിനനുവദിച്ച സമയം മെയ് മാസം 17 ആയിരുന്നു ലാസ്റ്റ് സമയം ഉണ്ടായിരുന്നത്. അതിനു മുമ്പ് മുഴുവൻ കയറ്റണം. അപ്പൊ കേരളത്തിൽ 59,000-ഓളം വഖഫ് പ്രോപ്പർട്ടീസ് അങ്ങനെ കയറ്റാനുണ്ട്. ഈ കയറ്റുന്ന കൂട്ടത്തിൽ മുനമ്പവും കയറ്റി, എല്ലാം കയറ്റി. ആ കൂട്ടത്തിൽ മുനമ്പത്തിനെ മാറ്റി നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലതാനും. കാരണം അതിന്റെ അവസാനം കിടക്കുന്ന വിധി 2 മാസങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ അന്തിമമല്ല, സുപ്രീം കോടതി ഇടക്കാലത്തുണ്ടായിരുന്ന വിധിയാണ്. ആ വിധിയാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. അത് അതിന്റെ വഖഫ് നേച്ചറിനെ അംഗീകരിച്ചുകൊണ്ടും വഖഫ് അല്ല എന്ന വാദത്തെ നിരാകരിച്ചുകൊണ്ടുമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അവസാനത്തെ സ്റ്റാറ്റസ് വഖഫാണ്. ഇതിനെ കണ്ടിക്കാനോ ഒഴിവാക്കാനോ ആരും അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വഖഫിന്റെ നിർവചനത്തെ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഈ എല്ലാം കയറ്റുന്ന കൂട്ടത്തിൽ അതും ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ ഉൾപ്പെടുത്തി എന്നത് വെച്ചുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്ന സംഗതിയൊന്നല്ല. ഗവൺമെന്റുകൾ കാലാകാലങ്ങൾ എടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി സംവിധാനത്തിന്റെ വിധികൽപ്പനകൾക്കൊക്കെ വിധേയമാണ് എല്ലാ സംഗതികളും. ഇതും അതിലൊന്നും വലിയ സംഭവമായി, അതായത് ഇപ്പോൾ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്ന് വെച്ച് ഇതിന്റെ ഈ വഖഫ് സ്റ്റാറ്റസ് അത് എന്നേക്കുമായി അങ്ങനെ തന്നെ ആയിരിക്കും എന്നില്ല, അല്ലേ? അല്ല, അത് കോടതി വിധികൾക്ക് വിധേയമാണ്. ഇത് മാത്രമല്ല, 500-ലധികം തർക്കങ്ങൾ, വഖഫിന്റെ തർക്കങ്ങൾ, 500-ലധികം പ്രോപ്പർട്ടികളുടെ തർക്കങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ തന്നെ കിടക്കുന്നുണ്ട്. വേറെയും 5-8ഓളം 8-10 സുപ്രീം കോടതിയിലുണ്ട്. ട്രൈബ്യൂണൽ വേറെയും കുറെ കേസുകൾ കിടക്കുന്നുണ്ട്. ഇവയൊക്കെ തന്നെ കേസിന്റെ അവസാനം എന്താണോ ജുഡീഷ്യറി കണ്ടെത്തുന്ന വിധിന്യായം അത് അംഗീകരിക്കാൻ ഇരു പാർട്ടികളും, വഖഫ് ബോർഡും ഗവൺമെന്റും എല്ലാ പൗരനും ബാധ്യസ്ഥരാണല്ലോ. അതുപോലത്തെ ഒരു അവസ്ഥ മുനമ്പം പ്രോപ്പർട്ടിക്കും ഉണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊരു വലിയ സംഭവമാക്കി എടുക്കേണ്ട ഒരു സംഗതി. ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ വഖഫ് ബോർഡിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കും, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള കാര്യം. ഇതാണ് മുനമ്പം ജനതയ്ക്ക് നൽകിയിരുന്ന വാഗ്ദാനം. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക്, വഖഫ് ബോർഡുമായിട്ടൊരു ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പോയി ഇത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. അതേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ, അല്ലേ? അതെ, അങ്ങനെ പറയാൻ അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അനുവദിച്ചു തന്നിട്ടുള്ള സമയം, കോടതി അനുവദിച്ച സമയം 17 തീയതി ആയിരുന്നു. 17 തീയതി നീട്ടിക്കിട്ടുമെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു. ആദ്യമേ സമയം കഴിഞ്ഞിരുന്നു. വീണ്ടും കോടതിയെ സമീപിച്ച് ട്രിബ്യൂണൽ അനുവദിച്ചു തന്ന അധിക സമയമാണ് 17 തീയതി. പക്ഷെ നമുക്ക് ഇപ്പോൾ 1 മാസം വീണ്ടും നീട്ടി കിട്ടി. പക്ഷെ അത് 17 തീയതിക്ക് കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞത് നീട്ടി എന്നുള്ളത്. വീണ്ടും നമ്മൾ കോടതിയെ സമീപിച്ചിരുന്നു നീട്ടിക്കിട്ടാൻ വേണ്ടി. അപ്പൊ അവസാന സമയമാകുമ്പോഴേക്ക് മുഴുവൻ കയറ്റണമല്ലോ. ആ ധൃതി പിടിച്ച് എല്ലാം കയറ്റി വളരെ പണിപ്പെട്ടാണ് കേരളത്തിലെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടീസും ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചത്. മഞ്ജുഷ്, ഇത് ഒരു രജിസ്ട്രേഷൻ എന്ന പദപ്രയോഗം ഇവിടെ വേണ്ട. ഇതൊരു അപ്ലോഡിംഗ് ആണ്, അല്ലെങ്കിൽ ഫയലിംഗ് ആണ്. ഓൾറെഡി രജിസ്റ്റേർഡ് പ്രോപ്പർട്ടിയാണിത്. 2019 നമ്മുടെ റഷീദ് അലി ശാബ്ദങ്ങളായിരുന്നു അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ബോർഡാണ്, അതൊരു UDF ബോർഡായിരുന്നു. അവരാണ് ഇത് വഖഫാണെന്ന് കണ്ടെത്തി ഇത് വഖഫിൽ സോമോട്ടോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറയട്ടെ ശ്രീ കെ എസ് ഹംസ, അങ്ങനെ വരുമ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റ് നിങ്ങൾക്ക് ഈ സെക്ഷൻ 97 അനുസരിച്ച് നിർദ്ദേശം നൽകുവാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് ഇത് പോർട്ടലിൽ വന്നു. പക്ഷേ ഇനിയും വേണമെങ്കിൽ സെക്ഷൻ 97 അനുസരിച്ച് നിങ്ങൾക്ക് നിർദ്ദേശം നൽകാം. ഇത് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടാം, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല.
എന്ന് തീരുമാനിക്കണമെന്നല്ലേ? മഞ്ജുഷേ, അതൊരു വിചിത്രമായ വാദമാണ്. പക്ഷെ അതാണെന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത്. ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ വഖഫ് ബോർഡിനെ കൊണ്ട് സെക്ഷൻ 97 അനുസരിച്ച് ഒരു തീരുമാനം എടുപ്പിക്കും, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന്. മഞ്ജുഷ, ഈ 97 സെക്ഷൻ 97 അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെടാനുള്ള കുറെ പരിമിതികൾ സർക്കാരുണ്ട്. അതിൽ ഇത് പെടുന്നില്ല, പരിമിതിയിലും പെടില്ല. വഖഫ് ബോർഡിന്റെ ഭൂമി അങ്ങോട്ട് കൈമാറി കൊടുത്തോളൂ എന്ന് പറയാനുള്ള അവകാശമില്ല സർക്കാരിന്. ടെലിഫോൺ ലൈനിൽ തുടരുക. ഫാദർ ജോഷി മയ്യാറ്റിൽ, അപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് പറ്റിക്കുകയായിരുന്നോ ചെയ്തത്? ഫാദർ ജോഷി മയ്യാറ്റിൽ, എന്തെങ്കിലും ഇവിടെ നമ്മൾ ചർച്ച നടത്തിയപ്പോൾ തന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്നാണിത്. 97 വെച്ചിട്ട് ഈ സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 97 വായിക്കുന്നത് ഒറ്റപ്പെട്ട വായനയല്ല, 96 വായിച്ചിട്ട് വേണം 97 വായിക്കാൻ. കാരണം 96 അതാണ് 96 വായിക്കണം. 96 വായിച്ചിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ 97 വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറയാം. അന്ന് ഞാൻ ഈ ചാനലിലിരുന്ന്, മഞ്ജുഷ തന്നെയായിരുന്നു അന്ന് ചർച്ചയിൽ വന്നത്, ഈ ചാനലിൽ നിന്ന് പറഞ്ഞതാണ് ഇത് തട്ടിപ്പാണ് എന്ന് അന്ന് പറഞ്ഞതാണ്. ഇത് തട്ടിപ്പാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്, തട്ടിപ്പാണെന്ന് തുടക്കത്തിലെ പറഞ്ഞ ഒരാളാണ് ഞാൻ. ഇന്ന് അദ്ദേഹം ചാനലുകൾക്ക് മുമ്പിൽ പറഞ്ഞതും വലിയ തട്ടിപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സില്ല എന്നാണ്. 10 മിനിറ്റ് കൊണ്ടുള്ള പരിഹാരം, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിഹാരത്തിന് അദ്ദേഹത്തിന് മനസ്സില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നം താങ്കൾ കാണുന്നുണ്ടോ? ശ്രീ കെ എസ് ഹംസ പറഞ്ഞത് സമയമുണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ അറിഞ്ഞില്ല സമയം നീട്ടി കിട്ടിയതെന്ന്. അതിലെന്തെങ്കിലും തിടുക്കം വന്നിട്ടുണ്ടോ ഫാദർ ജോഷി മയ്യാറ്റിൽ? നോക്കൂ, ഇത് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. പോർട്ടലിൽ ചേർക്കുക എന്നുള്ളത് അമെന്റ്മെന്റ് ആക്ടിന്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. 3B. ആ 3B അനുസരിച്ച് പോർട്ടല് ഡാറ്റാബേസിൽ സംഗതികൾ കയറ്റണം. അത് 6 മാസത്തിനുള്ളിൽ കയറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കയറ്റുക എന്നുള്ളത് വഖഫ് ബോർഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമായിരുന്നു. വിഷയം അതല്ല. ഇതിനു മുൻപേ തന്നെ വഖഫ് ബോർഡിന്റെ പ്രൊസീജിയർ അത് തെറ്റായിരുന്നു. പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇത് ഈ ഭൂമി ഒരിക്കലും വഖഫാകുകയില്ല. വഖഫാകുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. നേരത്തെ ശ്രീ മുജീബ് റഹ്മാൻ 1950 കഥ പറഞ്ഞു. സിദ്ദിഖ് സേട്ടുവിന്റെ കഥ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാട്ടഭൂമി സിദ്ദിഖ് സേട്ടുവിന്റേതായത് എന്നുള്ള ചോദ്യമുണ്ട് ഇവിടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.